വെൽക്കം ടു ലേൺസിയോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നുകൂടെ അറിയപ്പെടുന്ന അമേരിക്കയിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിപ്ലവത്തിനെ പറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കലാപമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിനെ പറ്റിയിട്ടും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനെ പറ്റി, രക്തരഹിത വിപ്ലവത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലണ്ടിൽ ശരിക്കും അമേരിക്കയിലെ വിപ്ലവം നടക്കുന്നത് ഒരു 17-18 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലാണ്. അതിനു മുൻപേ തന്നെ ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറ്റം, അതായത് വിഭവങ്ങൾ കൈയടക്കുക, അതായത് പുതിയ പുതിയ വിഭവങ്ങൾ അതായത് വടക്കേ അമേരിക്കേനെ എങ്ങനെയെങ്കിലും കൈയടക്കുക, വിഭവങ്ങൾ കൈയടക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ പുറത്ത് യൂറോപ്പിൽ നിന്ന് ടോട്ടലി വടക്കേ അമേരിക്കയിലേക്ക് ഒരു വലിയ കുടിയേറ്റം നടന്നു വരുന്നുണ്ട് 16-ാം നൂറ്റാണ്ട് കാലഘട്ടം തൊട്ട് തന്നെ. പക്ഷേ അത് വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ള ലക്ഷ്യത്തിന് പുറത്തായിരുന്നു. പക്ഷെ പിന്നീട് ഒരു 17-ാം നൂറ്റാണ്ട് കാലഘട്ടം ആയപ്പോഴേക്കും ഒരു 17-ാം നൂറ്റാണ്ട് മുതൽ എന്ത് സംഭവിച്ചു? ഒരു 17-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് കാണാൻ പറ്റും ഈ ഇംഗ്ലണ്ടിൽ 17-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ജെയിംസ് ഫസ്റ്റാണ്. ജെയിംസ് ഒന്നാമൻ, ഓർത്തു വയ്ക്കുക, ജെയിംസ് ഒന്നാമൻ. നമുക്ക് ഓൾറെഡി അറിയാം ആരാണ് ജെയിംസ് ഒന്നാമൻ അല്ലേ? കാരണം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഒരു മഹത്തായ റെവല്യൂഷൻ നടക്കുമ്പോൾ നമ്മൾ ജെയിംസ് ഒന്നാമനെ പറ്റിയും ജെയിംസ് സെക്കൻഡിനെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇങ്ങനെ ജെയിംസ് ഒന്നാമൻ്റെ ഇംഗ്ലണ്ടിൽ, ഓർത്തു വയ്ക്കുക, ഇംഗ്ലണ്ടിൽ ജെയിംസ് ഒന്നാമൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു മതത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഭരണമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മതപീഡനം സഹിക്കവയ്യാതെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പുറത്ത് ഒരു ലക്ഷ്യത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നും ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യണം? വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി. 16-ാം നൂറ്റാണ്ടിൽ വടക്കേ അമേരിക്കയിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ കൈയടക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ പുറത്താണ്. പക്ഷേ ഒരു 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടം മുതൽ 17-ാം നൂറ്റാണ്ടിൽ ആളുകൾ വടക്കേ അമേരിക്കയിലേക്ക് ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ കുടിയേറി വന്നിട്ടുണ്ടായിരുന്നത് എന്തിൻ്റെ പുറത്താണ്? ഈ ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവ് ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനത്തിൽ നിന്നും രക്ഷപ്പെടുക അല്ലെങ്കിൽ അത് സഹിക്കവയ്യാതെയാണ് കുടിയേറിയത്. ഇവിടെ നമ്മൾ 2 പോയിന്റ് ഓർത്തു വയ്ക്കണം. 2 പോയിന്റ്സ്. ഒന്ന്, ഈ ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ കുടിയേറിയ ആ കപ്പലിൻ്റെ പേരെന്തായിരുന്നു? മെയ് ഫ്ലവർ എന്നാണ്. ഓർത്തു വയ്ക്കുക, മെയ് ഫ്ലവർ. ഞാനിവിടെ നിങ്ങൾക്ക് കാണാം കേട്ടോ, മെയ് ഫ്ലവർ. ഇവർ കുടിയേറിയ കപ്പലിൻ്റെ പേര് മെയ് ഫ്ലവർ. മറ്റൊന്ന്, ഈ ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ നിന്നും കുടിയേറി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇവർ എത്തിപ്പെട്ടു, വടക്കേ അമേരിക്കയിലേക്ക് എത്തിപ്പെട്ടു. ഇങ്ങനെ എത്തിപ്പെട്ട ഒരു വിഭാഗം ഇംഗ്ലീഷുകാരെ നമ്മൾ പറയുന്ന പേര് പിൽഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ എന്നാണ്. പിൽഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ എന്നാണ്, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഇവർ കുടിയേറിയ കപ്പലിൻ്റെ പേര് മെയ് ഫ്ലവർ, പിൽഗ്രിം ഫാദേഴ്സ്, ജെയിംസ് ഒന്നാമൻ, ഓർത്തു വയ്ക്കുക. ഒറ്റ സെറ്റിൽ ഓർത്തു വയ്ക്കുക. അങ്ങനെ ഈ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്ന ഈ ഒരു വിഭാഗം പ്യൂരിറ്റന്മാർ കാരണം ഇവർ പ്യൂരിറ്റന്മാർ തന്നെയാണ്. കാരണം മതപീഡനം സഹിക്കാൻ വയ്യാതെ മതത്തിനോട് റെബല്യസ് ആയിട്ടുള്ള വന്നിട്ടുള്ള പ്യൂരിറ്റൻ വിഭാഗം തന്നെയാണ് ഇവർ. അങ്ങനെ ഈ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്ന വിഭാഗം വടക്കേ അമേരിക്കയിൽ ഒരു കോളനി സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് പ്ലീമൗത്ത് അല്ലെങ്കിൽ മസാച്യുസെറ്റ്സ് എന്ന് പറയും. പ്ലീമൗത്ത് അല്ലെങ്കിൽ മസാച്യുസെറ്റ്സ് എന്ന് പറയും. ഈ മസാച്യുസെറ്റ്സ് അടക്കം പിന്നീട് ഇവർ 13 കോളനികൾ, ഓർത്തു വയ്ക്കുക, ഈ മസാച്യുസെറ്റ്സ് അടക്കം ഇംഗ്ലീഷുകാർ 13 കോളനികൾ വടക്കേ അമേരിക്കയിൽ സ്ഥാപിക്കപ്പെട്ടു. ക്ലിയർ? മസാച്യുസെറ്റ്സ് അടക്കം, പ്ലീമൗത്ത് അടക്കം 13 കോളനികൾ ഇവർ വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ചു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ക്ലിയർ? അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്? 16-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറി താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? വിഭവങ്ങൾ കൈയടക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ പിന്നീട് അത് ഇത്രയും വരെ നമുക്ക് അറിയണമെന്നൊന്നുമില്ല. പക്ഷെ പിന്നീട് ഒരു 17-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്? ഇംഗ്ലണ്ടിൽ നിന്നും ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനത്തെ സഹിക്കവയ്യാതെ എങ്ങോട്ടേക്ക് കുടിയേറി? വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി. ഇവർ കുടിയേറിയ കപ്പലിൻ്റെ പേര് മെയ് ഫ്ലവർ എന്നും ഇവർ ടോട്ടലി അറിയപ്പെട്ടത് തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്നുള്ള പേരിലുമാണ്. ആ 2 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി ഈ പിൽഗ്രിം ഫാദേഴ്സ് എത്തിപ്പെട്ടപ്പോൾ ഇവർ സ്ഥാപിച്ച കോളനി മസാച്യുസെറ്റ്സ് ആണ്. ടോട്ടൽ ഇവർ എത്ര കോളനികൾ സ്ഥാപിച്ചു? ഇംഗ്ലീഷുകാർ തീർത്ഥാടക പിതാക്കൾ 13 കോളനികൾ വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ചു. ഈ 13 കോളനികളെ
അല്ലെ ഈ 13 കോളനികൾ നടന്നിട്ടുള്ള ഈ 13 കോളനിക്കാർ അനുഭവിച്ച അല്ലെങ്കിൽ 13 കോളനികളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അല്ലെ ഒരു വിപ്ലവത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത്. ഇതാണ് ഏറ്റവും ബേസിക് പോയിന്റാണ്. ജെയിംസ് ഒന്നാമൻ, മെയ്ഫ്ലവർ, പിൽഗ്രിം ഫാദേഴ്സ്, 13 കോളനികൾ. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയണം. അതായത് ഈ ആദ്യമൊക്കെ ഇപ്പം നമുക്കറിയാൻ പറ്റും ഇത് ശരിക്കും ഇത് നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കൊളംബസിനെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയത് മിസ്സേ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് മനസ്സിൽ വന്നേക്കാം. കാരണം നമ്മുടെ SCERT, പുതിയ SCERT, പഴയ SCERTയിലൊക്കെ നമുക്ക് കൊളംബസിൻ്റെ അല്ലെ അമേരിക്ക കണ്ടുപിടിക്കുന്ന കൊളംബസിൻ്റെ ഒരു വിവരണം പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്തത് SCERT പാഠപുസ്തകത്തിന് തീർത്തും. കാരണം നമുക്കറിയാം PSCയിൽ ഏറ്റവും അതിൻ്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ SCERT ആണ് അല്ലേ. SCERTയും NCERTയും ഇല്ലാതെ അതിൻ്റെ ഒരു ബേസ് ഫുള്ളാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ആഡ് ചെയ്തത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. 1492 നിന്നാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒരു അല്ലെ ഇന്ത്യനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം, ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പുറത്ത് നമ്മുടെ കൊളംബസ് എന്ത് ചെയ്യാണ്, ക്രിസ്റ്റഫർ കൊളംബസ് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം യൂറോപ്പിൽ നിന്ന് യാത്ര തിരിച്ചു. അദ്ദേഹം എത്തിപ്പെട്ടത് ശരിക്കും വടക്കേ അമേരിക്കയിലാണ്. ഓക്കെ, ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയത് വടക്കേ അമേരിക്കയിലാണ്. പക്ഷെ അദ്ദേഹം വിചാരിച്ചു ഞാൻ എത്തിപ്പെട്ടത് ഇന്ത്യയിലാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ എന്ത് പേരിൽ വിളിക്കാൻ തുടങ്ങി, ഇന്ത്യക്കാർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഓക്കെ, അവരാണ് പിൻകാലത്ത് റെഡ് ഇന്ത്യൻസ് അല്ലേ. നമ്മൾ അമേരിക്കക്കാരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കും. അമേരിക്കക്കാരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കാനുള്ള ഒരു സോളിഡ് റീസൺ ഇതാണ്. കാരണം ക്രിസ്റ്റഫർ കൊളംബസ് യൂറോപ്പിൽ നിന്നും യാത്ര തിരിച്ചിട്ട് ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് യാത്ര തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം എത്തിപ്പെടുന്ന വടക്കേ അമേരിക്കയിലാണ്. അതിൻ്റെ പുറത്താണ് അവിടുത്തെ ജനങ്ങളെ ഇന്ത്യക്കാർ, റെഡ് ഇന്ത്യൻസ് എന്നൊക്കെയുള്ള പേരിൽ അവർ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ 2 കാര്യം ഓർത്തു വയ്ക്കുക. ക്രിസ്റ്റഫർ കൊളംബസ് അയാളുടെ സമുദ്രയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു നാവിക മാർഗം അല്ലേ, ക്രിസ്റ്റഫർ കപ്പലിലൂടെയാണ്. അങ്ങനെ സമുദ്ര യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കപ്പലുകളുടെ പേര്, ഓക്കെ, കപ്പലുകളുടെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. സാന്റാ മരിയ, നൈന പിൻറ്റ. ഓക്കെ, സാന്റാ മരിയ, നൈന പിൻറ്റ ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി അങ്ങനെ ഇവിടെ നമുക്കറിയാൻ പറ്റും ഈ ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളും തമ്മിലുള്ള അല്ലേ ഒരു അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നമ്മൾ എന്തിലേക്ക് നയിക്കുന്നത് അല്ലെ. തിരിച്ച് നമ്മൾ അമേരിക്കൻ റവല്യൂഷനിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഇംഗ്ലീഷുകാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഇംഗ്ലീഷുകാർ അവരെന്ത് ചെയ്യാണ്, അതായത് ഇവിടെയുള്ള ഇംഗ്ലീഷുകാർ അവർ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ അല്ലേ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ടും ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായിട്ടൊക്കെയാണ് ഈ ഇംഗ്ലീഷുകാർ നമ്മുടെ ഈ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന 13 അമേരിക്കൻ കോളനികളെ ഇംഗ്ലീഷുകാർ എങ്ങനെയാണ് മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലീഷുകാർ അല്ലേ, മാതൃരാജ്യമായ ഇംഗ്ലണ്ട്. കാരണം അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിലാണ് ആക്ച്വലി ഇത് നടക്കുന്നത് അല്ലേ. അമേരിക്കൻ കോളനികളും ഇപ്പോൾ ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ, ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം പാർലമെൻറ്റും രാജാവും തമ്മിലാണെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരും ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മളെ അമേരിക്കൻ കോളനികൾ ഇംഗ്ലീഷുകാർ കണക്കാക്കിയത് എന്താണ്, അവരുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ കോളനികളിൽ വെക്കാം അതിനുള്ള ഒരു സ്ഥലമായിട്ടാണ് അമേരിക്കൻ കോളനികളെ ഇവർ ആക്ച്വലി കണക്കാക്കിയത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കെ ആക്ച്വലി ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ ഈ ഇംഗ്ലണ്ടും കോളനികളും തമ്മിലൊക്കെ നല്ല സൗഹൃദപരമായിട്ടുള്ള രീതിയിലാണ് നീങ്ങിയിരുന്നത്. പക്ഷെ പോകെ പോകെ ഈ മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ കച്ചവടം നടത്തുന്ന ആളുകൾ അവർ അമേരിക്കൻ കോളനികളിൽ കുറേ നിയമങ്ങൾ കൊണ്ടുവരികയുണ്ടായി. കുറേ നിയമങ്ങൾ ഒരു പ്രത്യേക നയം തന്നെ കൊണ്ടുവന്നു. ഈ നിയമങ്ങളെല്ലാം ഉൾപ്പെടുന്നതിന് നമുക്ക് മെർക്കൻഡലിസം അല്ലെങ്കിൽ വാണിജ്യ നയം എന്നറിയപ്പെട്ടു. അതായത് പല പേരുകളിൽ അമേരിക്കൻ കോളനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, അതായത് അതിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു നയത്തിന് അവരുടെ ഒരു വാണിജ്യ നയമാണ് മെർക്കൻഡലിസം എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്റ്റഫർ കൊളംബസ് 1492 അല്ലെ 1492 വടക്കേ അമേരിക്കയിൽ എത്തുന്നത്. അവർ റെഡ് ഇന്ത്യൻസ് ഓർത്തു വയ്ക്കുക, സാന്റാ മരിയ, നൈന പിൻറ്റ, പിന്നെ മെർക്കൻഡലിസം. ഇവിടെ ഓർക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ് എങ്ങനെ ഇവർ കുറേ നിയമങ്ങൾ അല്ലെ മെർക്കൻഡലിസം എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ ഉള്ളിൽ കുറേ നിയമങ്ങൾ വരും. കുറേ നിയമങ്ങൾ മെർക്കൻഡലിസത്തിൻ്റെ ഉള്ളിലുണ്ട്, വാണിജ്യ നയത്തിലുണ്ട്. എന്നിരിക്കെ ആദ്യത്തെ നിയമം നമ്മളിവിടെ പറയുന്നത്
നാവിഗേഷൻ നിയമമാണ്. ഓക്കെ, വർഷം ഓർത്ത് വയ്ക്കുക, നിർബന്ധമായിട്ടും വർഷം ഓർത്ത് വയ്ക്കുക. 1651 1651 1651 ആദ്യത്തെ നിയമം, നാവിഗേഷൻ നിയമം എന്നുള്ള പേരിലാണ് അതറിയപ്പെട്ടത്. 1651 നാവിഗേഷൻ നിയമം. അതായത് ഇത്രയേ ഉള്ളൂ. നാവിഗേഷൻ എന്ന് പറഞ്ഞാലേ നാവികയാത്ര, സമുദ്രയാത്ര, നാവിഗേഷൻ ആ വാക്ക് തന്നെ ഉണ്ട്. എന്താണ്? അതായത് കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സമുദ്രം യാത്ര ചെയ്യണമെങ്കിൽ, നാവിഗേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? സമുദ്രങ്ങൾ ഉപയോഗിക്കണം, കപ്പൽ ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെ കോളനികളിൽ നിന്നോ, അമേരിക്കൻ കോളനികളിൽ നിന്നോ, അല്ലെങ്കിൽ അമേരിക്കൻ കോളനികളിലേക്കോ, അല്ലെ, കോളനികളിൽ നിന്നോ തിരിച്ചു കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ കോളനികളിലേക്കോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതിന് ഒന്നുകിൽ ഇംഗ്ലണ്ടിൻ്റെ കപ്പൽ ഉപയോഗിക്കണം, ഇംഗ്ലീഷുകാരുടെ കപ്പലുകൾ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ കോളനികൾക്ക് സ്വന്തമായിട്ട് കപ്പലുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വേറൊരു രാജ്യത്തിൻ്റെയോ വേറൊരു സ്ഥലത്തിൻ്റെയോ ഒന്നിൻ്റെയും കപ്പലുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇതിനെയാണ് നാവിഗേഷൻ നിയമം എന്ന് പറയുന്നത്. കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് കോളനികളിലേക്കോ, അമേരിക്കൻ കോളനികളിലേക്കോ, എത്ര കോളനികളായിരുന്നു? 13 കോളനികൾ. അമേരിക്കൻ കോളനികളിലേക്കോ, അമേരിക്കൻ കോളനികളിൽ നിന്നോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോളനിക്കാർക്ക് സ്വന്തം കപ്പലുണ്ടെങ്കിൽ ഉപയോഗിച്ചോ. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ നാവിഗേഷൻ നിയമം എന്ന് പറയുന്നത്. ഇത് 1651 ഉണ്ടായിട്ടുള്ളത്. 1651 ഉള്ളതിനെയാണ് നാവിഗേഷൻ നിയമം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 1764 ഷുഗർ ആക്ട്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള ആദ്യത്തേത് നാവിഗേഷൻ നിയമമാണ്. 1651 നാവിഗേഷൻ നിയമം. 51 കഴിഞ്ഞ് 64 1764. ഓക്കെ, 1751 നാവിഗേഷൻ നിയമം, 61 ഷുഗർ നിയമം. ഓക്കെ, 64 ഷുഗർ നിയമം, 51 നാവിഗേഷനും 64 ഷുഗർ ആക്റ്റും. അതായത് ഇത്രയേ ഉള്ളൂ. ഈ അമേരിക്കൻ കോളനികളിൽ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ്, അല്ലേ, അമേരിക്കയിൽ 13 കോളനികൾ, വടക്കേ അമേരിക്കയിൽ 13 ഇംഗ്ലീഷ് കോളനികളുണ്ട്. അവിടെ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയുടെ ടാക്സ്, അല്ല, അത് കൂട്ടുന്നുണ്ട്, ടാക്സ് ഇമ്പോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ അവിടെ ഇറക്കുന്ന ഈ അമേരിക്കൻ കോളനികളിൽ ഇറക്കുന്ന പഞ്ചസാരയുടെ നികുതി കൊടുക്കണം നമ്മൾ. ഈ നികുതി ചുമത്താൻ വേണ്ടി അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചസാരയുടെ നികുതിയാണ്. ഇങ്ങനെ പഞ്ചസാര നികുതിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഷുഗർ ആക്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 1764. ഇതൊരിക്കലും ഈ എന്താണ് നിയമം എന്നൊന്നും ഒരിക്കലും നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയില്ല. മറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്റ്റുകളുടെ പേര്, അതിൻ്റെയൊക്കെ വന്നിട്ടുള്ള ഡേറ്റ്. ഓക്കെ, ഇനി മറ്റൊരു നിയമമാണ് സ്റ്റാമ്പ് ആക്ട്. ഇതും ആ വാക്ക് തന്നെ ഉണ്ട്, സ്റ്റാമ്പ് നിയമം. തൊട്ടടുത്ത വർഷമാണ് 1765 സ്റ്റാമ്പ് നിയമം വരുന്നത്. അതായത് ഈ അമേരിക്കൻ കോളനികളിലുള്ള എന്തെങ്കിലും ലീഗലി ഉള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകും. ഈ ലീഗലി ഉള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാംപ്ലെറ്റ്സ്, ലഘുലേഖകളിലോ, പിന്നെ പ്രമാണങ്ങളിലോ, അല്ലെങ്കിൽ പേപ്പർ, വർത്തമാന പത്രങ്ങളിലോ, ഇങ്ങനെ എന്ന് വേണ്ട എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സും, എല്ലാ നിയമരേഖകളിലും ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. ലെസൺ, ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. അമേരിക്കൻ കോളനികളുമായിട്ട് അവിടെ ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ വടക്കേ അമേരിക്കയിൽ സ്ഥാപിക്കപ്പെട്ട ഈ 13 കോളനികളിൽ അവരുടെ എന്ത് പ്രമാണങ്ങളോ ലഘുലേഖകളോ വർത്തമാന പത്രങ്ങൾ തുടങ്ങിയ എല്ലാതരം നിയമരേഖകളിലും ആരുടെ സ്റ്റാമ്പാണ് വേണ്ടത്? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പാണ് വേണ്ടത്. ഓക്കെ, അതായത് ഇംഗ്ലണ്ടാണ് നിയമപരമായ അവരുടെ ഓണർ എന്നുള്ള രീതിയിലാണ് ആ നിയമം പോകുന്നത്. അപ്പോൾ 1751 നാവിഗേഷൻ നിയമം, 64 ഷുഗർ നിയമം, 65 സ്റ്റാമ്പ് നിയമം. ഓക്കെ, സ്റ്റാമ്പ് നിയമം. ഇനിയും കണ്ടോ, ഇനിയും ഇങ്ങനെ നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഒരു കാര്യം പറയേണ്ടത്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സപ്തവത്സര യുദ്ധം നടക്കുന്നുണ്ട്. ഓക്കെ, സപ്തവത്സര യുദ്ധം 56 മുതൽ 63 വരെ. എത്ര വർഷമാണ്? 56 അല്ലേ? 56, 57, 58, 59, 60, 61. അതായത് എത്ര വർഷത്തെയാണ്? 7 years. സപ്തവത്സര യുദ്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഈ സപ്തവത്സര യുദ്ധം, ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ ഡേറ്റ് നോക്കൂ, 1756 മുതൽ 63 വരെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പേജിന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, 1700, കാരണം ഇനിയുള്ള നിയമങ്ങളൊക്കെ വരുന്നത് ഡേറ്റ് എന്നാ 66. 66 മുന്നേ എന്ത് നടന്നിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു സപ്തവത്സര യുദ്ധം നടന്നു. ഇതിനെ ഗ്ലോബൽ വാർ എന്നുള്ള പേരിലും, ഗ്ലോബൽ യുദ്ധം അല്ലെങ്കിൽ ഗ്ലോബൽ വാർ എന്നുള്ള പേരിലും നമ്മുടെ സപ്തവത്സര യുദ്ധത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ പേര് ഗ്ലോബൽ വാർ അല്ലെങ്കിൽ സപ്തവത്സര യുദ്ധം എന്നുള്ളതാണ്. അതിൻ്റെ കാലഘട്ടം ഓർത്ത് വയ്ക്കുക, 1756 മുതൽ 1756 മുതൽ 63 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് സപ്തവത്സര യുദ്ധം നടക്കുന്നത്. 1756 മുതൽ 1763 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഇത്രയേ ഉള്ളൂ. വ്യാപാരത്തിൻ്റെ പേരിൽ ആർക്കാണ് ഈ വ്യാപാര കുത്തക എന്നതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാരും, അതായത് നമ്മുടെ ബ്രിട്ടനും ഇംഗ്ലണ്ടും
ഫ്രഞ്ചുകാരും തമ്മിൽ, ഫ്രാൻസും തമ്മിൽ, ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഇതിന് ഗ്ലോബൽ വാർ എന്നറിയപ്പെടുന്നു. അതിൻ്റെ കാലഘട്ടം 1756 മുതൽ 63 വരെയാണ്. അതായത് ഒരു 7 വർഷം നീണ്ടു നിന്ന യുദ്ധമാണ് അല്ലേ. 56 to 63 കൂട്ടി വെക്കുക, 7 വർഷം നീണ്ടു നിന്ന യുദ്ധമാണ് ഇത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു 7 years വാർ നമ്മൾ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരും ബ്രിട്ടനും പിന്നെ ഫ്രഞ്ചുകാരും ഫ്രാൻസും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമായിരുന്നു. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ, സപ്തവത്സര യുദ്ധത്തിൽ പിന്നെ സപ്തവത്സര യുദ്ധത്തിൽ ഫ്രാൻസ് പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടതോട് കൂടിയിട്ട് പിന്നെ ഫ്രഞ്ചുകാരുടെ അണ്ടറിലുണ്ടായിരുന്ന കാനഡ ആർക്ക് വിട്ടുകൊടുക്കുകയാണ്? ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. ഓക്കെ, കാനഡ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അണ്ടറിലുള്ള സ്ഥലങ്ങളൊക്കെ ആര് കൈയടക്കി? ബ്രിട്ടീഷുകാർ. അങ്ങനെ കാനഡ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ വിട്ടുകൊടുത്തതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും ഫ്രഞ്ചുകാരുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ അവിടെ കുറയുകയാണ് ചെയ്തത്. അതായത് ഫ്രഞ്ചുകാരും ആർക്ക് പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു? ബ്രിട്ടന് അല്ലേ. അപ്പോൾ ആ പ്രോബ്ലംസ് അവിടെ കുറഞ്ഞു സപ്തവത്സര യുദ്ധത്തോടു കൂടി. ആക്ച്വലി ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു റീസൺ ആയിട്ട് എന്തുകൂടി പറയുന്നുണ്ട്? സപ്തവത്സര യുദ്ധവും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാനഡ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഇംഗ്ലണ്ട് ഈ ഒരു യുദ്ധത്തിൽ വിജയിക്കുകയാണ് ചെയ്തത്. ഇനി 2 കാര്യങ്ങളും കൂടി ഓർത്തു വയ്ക്കുക. ഗ്രെൽവിനും ജോർജ് മൂന്നാമനും അതായത് സപ്തവത്സര യുദ്ധം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയാണ് ഗ്രെൽവിൻ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഗ്രെൽവിൻ സപ്തവത്സരം അല്ലെങ്കിൽ പിന്നെ ഗ്ലോബൽ വാർ എന്നറിയപ്പെടുന്ന സപ്തവത്സര യുദ്ധം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ഗ്രെൽവിനാണ്. ഓക്കെ, ഗ്രെൽവിൻ. ഇനി യുദ്ധം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ പേരാണ് ജോർജ് മൂന്നാമൻ. ഗ്രെൽവിനുണ്ട് പിന്നെ ജോർജ് മൂന്നാമനും, 2 ആളുകളുടെ പേരാണ് നമുക്കിവിടെ ഓർക്കേണ്ടത്. ഗ്രെൽവിനും ജോർജ് മൂന്നാമനാണ്. സപ്തവത്സര യുദ്ധം ഒന്നുകൂടി പറയാം, ഓർത്തു വയ്ക്കുക. 1756 മുതൽ 63 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയൊരു സപ്തവത്സര യുദ്ധം നടക്കുന്നത്. ഓക്കെ, സപ്തവത്സര യുദ്ധം നടക്കുന്നത്. അങ്ങനെ സപ്തവത്സര യുദ്ധം പിന്നെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു സപ്തവത്സര യുദ്ധം എന്ന് പറഞ്ഞാൽ. അതിൽ ഫ്രാൻസ് പരാജയപ്പെടുകയും ബ്രിട്ടന് കാനഡ വിട്ടുകൊടുക്കുകയും ചെയ്തു. 7 years അല്ലേ ഉണ്ടായിരുന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഗ്രെൽവിനും ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് മൂന്നാമനും. ഇത്ര വരെ ഓർത്തു വയ്ക്കുക. ഇനി തൊട്ട് സൈഡിൽ നിങ്ങൾക്കൊരു പേജ് കാണാം, ഒരു കുഞ്ഞു ബോക്സ്. അത് SCERTയിലെ പുതിയ ഈ വർഷത്തെ മാറി വന്ന SCERT എന്നുള്ള ഭാഗം ഞാൻ സ്നിപ്പ് ചെയ്തിട്ടതാണ്. അതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം കേട്ടോ. കാരണം SCERT നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് SCERTയിലെ ഭാഗങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, വ്യാപാര കുത്തക ഉറപ്പിക്കുന്നതിനായി അല്ലേ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. 1756 ആരംഭിച്ച യുദ്ധം 63 പാരീസ് ട്രീറ്റിയോട് കൂടിയിട്ട് അല്ലേ, പാരീസ് സന്ധിയോട് കൂടിയിട്ട് അവസാനിച്ചു. ഇത് അവസാനിച്ച യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ട്രീറ്റി ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി, പാരീസ് സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 56 മുതൽ 66 വരെയാണ് സപ്തവത്സര യുദ്ധം. അതൊന്നും മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി തിരിച്ചു വരികയാണ്. നമ്മൾ ഷുഗർ ആക്ട് പറഞ്ഞു, നാവിഗേഷൻ നിയമം പറഞ്ഞു, സ്റ്റാമ്പ് ആക്ട് പറഞ്ഞു. തൊട്ട് അല്ലേ ഇനിയുണ്ട് വർഷങ്ങൾ, ഇനിയുണ്ട് ഡേറ്റ്. തൊട്ടടുത്ത വർഷം തന്നെ പ്രഖ്യാപന നിയമമുണ്ട്. 1766 പ്രഖ്യാപന നിയമം. അതായത് കോളനികളിൽ ടാക്സ് ചുമത്താൻ ബ്രിട്ടീഷ് 13 കോളനികൾ അല്ലേ, 13 ഇംഗ്ലണ്ടിലെ കോളനികൾ, ഈ കോളനികളിലൊക്കെ ടാക്സ് ചുമത്താനുള്ള അവകാശം ആർക്കാണുള്ളത്? നമ്മളെ ബ്രിട്ടീഷുകാർക്ക് തന്നെയാണുള്ളത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മാത്രമാണ് ടാക്സ് ചുമത്താനുള്ള അവകാശം. അതായത് കോളനികളിലെ ഈ 13 കോളനികൾ എന്താ ചെയ്യേണ്ടത്? ടാക്സ് അടച്ചുകൊണ്ടേയിരിക്കണം. ടാക്സ് അടച്ചുകൊണ്ട് ഇവർ ടാക്സ് പേയേഴ്സ് മാത്രമാണ്. ഓക്കെ, ടാക്സ് കളക്ട് ചെയ്യുന്ന ആരാണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. അപ്പം കോളനികളിൽ നികുതി ചുമത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മാത്രമാണ് എന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന നിയമമായിരുന്നു പ്രഖ്യാപന നിയമം എന്ന് പറയുന്നത്. അതിൻ്റെ ഡേറ്റ് 1766. ഓക്കെ, 1766 ഇങ്ങനെയൊരു അത് നടക്കുന്നത്. അത് ഓർത്തു വയ്ക്കുക, പ്രഖ്യാപന നിയമം. ഇനി 67 തൊട്ടടുത്ത വർഷം ടൗൺഷെൻഡ് നിയമം എന്ന് പറഞ്ഞിട്ട്, ഇത് അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമം തന്നെയാണ് ടൗൺഷെൻഡ് നിയമം. അതായത് ടൗൺഷെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ തേയില, ഗ്ലാസ് അല്ലെങ്കിൽ കടലാസ്. ഓക്കെ, തേയില, ഗ്ലാസ്, കടലാസ്, പേപ്പർ, ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ, അതായത് വടക്കേ അമേരിക്കയിലുള്ള 13 കോളനികളിലേക്ക് ഗ്ലാസ്, തേയില, കടലാസ് ഇതൊക്കെ ഇവർക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ, ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ പിന്നെ തേയിലയോ ഗ്ലാസ്സോ അല്ലെ തേയിലയ്ക്കൊക്കെ നല്ല ടാക്സ് കൊടുക്കണം അവർ. അപ്പം ഇങ്ങനെ ഇതിനൊക്കെ ടാക്സ് കൊടുക്കണം അല്ലെങ്കിൽ ടാക്സ് ചുമത്തണം, അടയ്ക്കണം എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഇവർക്ക് വേറെ എവിടെയെങ്കിലും ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇവർ പൈസ കൊടുക്കണം. കോളനികളിലെ ആളുകൾ, അമേരിക്കൻ കോളനികളിൽ ഈ 13 കോളനികളിലുള്ള കോളനികൾ ടാക്സ് കൊടുക്കണം. ഇതിനെയാണ്
ടൗൺഷെൻഡ് നിയമം എന്ന് പറയുന്നത്. ഇത് വന്നിട്ടുള്ള ഡേറ്റ് 1767 66 പ്രഖ്യാപന നിയമം. എന്തായിരുന്നു പ്രഖ്യാപനം എന്നറിയാലോ, ടാക്സ്. പിന്നെ 67 ടൗൺഷെൻഡ് നിയമം, അതായത് തേയില, ഗ്ലാസ്, കടലാസ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും. ഇത് മാത്രമല്ല, കോളനികളിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നിലനിർത്തും. അതായത് പുറത്തു നിന്നുള്ള എന്തെങ്കിലും അറ്റാക്സ് ഒക്കെ വരുന്നതിന് പ്രമാണിച്ച്, പിന്നെ അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി കോളനികളിൽ സൈന്യമുണ്ട്, ഇംഗ്ലീഷ് സൈന്യം. ഈ ഇംഗ്ലീഷ് സൈന്യത്തിനുള്ള പിന്നെ താമസ സൗകര്യം അല്ലെങ്കിൽ അവർക്കുള്ള ഭക്ഷണം, ഇങ്ങനെയുള്ള എല്ലാവരുടെ കോളനികളിലെ സേനയ്ക്കുള്ള പൈസ, ഇതൊക്കെ ആര് കൊടുക്കണം? അമേരിക്കൻ കോളനിക്കാർ കൊടുക്കണം, അല്ലേ? ഇത് എന്ത് നിയമമാണ്? ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും എല്ലാം ബാധിക്കുന്ന ആരാ? 13 അമേരിക്കൻ കോളനികളിലാണ്. സ്വാഭാവികമായിട്ടും ഇത്രയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും എന്ത് ചെയ്യും? ഇവർ പ്രതിഷേധിക്കും, അല്ലേ? ഈ അമേരിക്കൻ കോളനികളിൽ വർഷങ്ങളായിട്ട് ഇവരുടെയൊക്കെ നിയമങ്ങൾ സഹിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ വർഷം കൂടുമ്പോൾ പല പല നിയമങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. ഈ നിയമങ്ങൾ പല പേരുകളിൽ പല പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇതിനെതിരെ അമേരിക്കൻ കോളനികൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കും. ഓക്കെ, അതുമാത്രമല്ല, ഈ അമേരിക്കയിലുള്ള കോളനികൾ, ഈ കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളെ പുകയില അല്ലെങ്കിൽ പരുത്തി, പഞ്ചസാര, പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം കമ്പിളി, ഓക്കെ, ഇങ്ങനെയുള്ള ഐറ്റംസ്, അതായത് പുകയില, പരുത്തി, പഞ്ചസാര, കമ്പിളി, ഈ ഐറ്റംസ് ഒക്കെ, ഈ ഉൽപ്പന്നങ്ങളൊക്കെ എങ്ങോട്ടേക്ക് മാത്രമേ കയറ്റി വയ്ക്കാൻ പറ്റുള്ളൂ? എങ്ങോട്ടേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യുള്ളൂ? അതായത് കയറ്റുമതിയുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രം. ഓക്കെ, അതായത് ഇവർക്ക് അതിനെന്തെങ്കിലുമൊക്കെ കൊടുക്കുമോ? ഇല്ല, അതിനുള്ളൊരു സാധ്യതയില്ല. അതായത് അമേരിക്കൻ കോളനികളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും, ഇപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ പരുത്തി, കമ്പിളി, പുകയില, ഇതൊക്കെ ആർക്കേ കയറ്റി വയ്ക്കാം? എങ്ങോട്ടേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നിയമങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ചത്? അമേരിക്കൻ കോളനികളെയാണ്. ഇനി ഇതൊന്നും കൂടാതെ 1773 ഒരു ടീ ആക്റ്റും ഉണ്ട്. ടീ ആക്ട്, തേയില. 1773 ടീ ആക്ട് വരുന്നത്. അപ്പോൾ എത്ര നിയമങ്ങൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ പഠിച്ചു, അല്ലേ? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് 1651 നാവിഗേഷൻ നിയമം, ഓർത്ത് വയ്ക്കുക. 1651 നാവിഗേഷൻ നിയമം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 64 ഷുഗർ ആക്ട്, 1765 സ്റ്റാമ്പ് നിയമം, പിന്നെ 1766 പ്രഖ്യാപന നിയമം, 1767 അല്ലേ, അടുത്തടുത്ത വർഷങ്ങൾ ടൗൺഷെൻഡ് നിയമം, പിന്നെ 1773 അത് ഓർത്ത് വയ്ക്കണേ, 1773 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ്. 1773 ടീ ആക്ട്. ഓക്കെ, 1773 ടീ ആക്ട്. ഇത്രയും നിയമങ്ങൾ തീർച്ചയായിട്ടും ആർക്ക് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്? ഈ പറഞ്ഞ അമേരിക്കൻ കോളനികൾക്ക് നെഗറ്റീവായിട്ടാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് നമ്മളെ CRTയിലെ ഭാഗമാണ്, മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത നിയമങ്ങൾ തന്നെയാണ്. ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ ഇട്ടൂന്നേ ഉള്ളൂ, വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതായത് കോളനികളിൽ നിന്ന് കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലണ്ടിലെ കപ്പലുകളോ അല്ലെങ്കിൽ കോളനികളിലെ കപ്പലുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൻ്റെ പേരെന്തായിരുന്നു? നാവിഗേഷൻ നിയമം, അല്ലേ? പിന്നെ മറ്റൊന്ന്, കോളനികളിൽ ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ്, ഇതിന് ഇറക്കുമതി ചുങ്കം, ഇതിന് ടാക്സ് കൊടുക്കണം. ഓക്കെ, പിന്നെ മറ്റൊന്ന്, കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില, ഇതൊക്കെ എങ്ങോട്ടേക്ക് മാത്രമേ കയറ്റാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക്. ഓക്കെ, ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ നമ്മൾ പഠിച്ചേ. മറ്റൊന്ന്, കോളനികളിൽ നിലനിർത്തുന്ന ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള അവരുടെ താമസ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആര് കൊടുക്കണം? അമേരിക്കൻ കോളനിക്കാർ കൊടുക്കണം. ഓക്കെ, പിന്നെ മറ്റൊന്ന്, ഈ കോളനികളിലുള്ള ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖ, ലൈസൻസ്, ഇതിലൊക്കെ ഈ ലൈസൻസുകളൊക്കെ ആരുടെ മുദ്രയുള്ളത്? ആരുടെ സ്റ്റാമ്പാണ് വേണ്ടത്? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ നിയമങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് വാണിജ്യ നയം അല്ലെങ്കിൽ മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയും. ഓക്കെ, ഒറ്റ പേരിൽ മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയും. ഒറ്റ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും നിയമങ്ങളുടെ പേരും ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? യെസ്, നമ്മുടെ പിന്നെ സപ്തവത്സര യുദ്ധം, 7 years വാർ, ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യണത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇത്രയേ ഉള്ളൂ മക്കളെ, നമ്മളിപ്പോൾ ഇത്രയും നിയമങ്ങൾ പിടിച്ചു, അല്ലേ? ടൗൺഷെൻഡ് നിയമങ്ങളൊക്കെ അത്രയും ഇവരെ ബാധിച്ചു. ഇങ്ങനെ ടൗൺഷെൻഡ് നിയമം പുതിയൊരു നിയമമായിട്ട് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ടൗൺഷെൻഡ് നിയമം കൊണ്ടുവന്നത്. നമുക്കറിയാം ഇതിൻ്റെ വർഷമൊക്കെ. ഇങ്ങനെ ടൗൺഷെൻഡ് ഭരണത്തിനും ടൗൺഷെൻഡ് നിയമത്തിനും ആക്ടുകൾക്കും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ അമേരിക്കൻ കോളനികളിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു രഹസ്യ സംഘടനകളുണ്ട്. അവരെ പറയുന്ന പേരാണ് സൺസ് ഓഫ് ദ സോയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ. അതായത് ഈ നിയമങ്ങൾക്കെതിരെ, ടൗൺഷെൻഡ് നിയമങ്ങൾക്കെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അമേരിക്കൻ കോളനികളിൽ പല പല രഹസ്യ സംഘടനകൾ വന്നു. അതിൻ്റെ പേരായിരുന്നു സൺസ് ഓഫ് ദ സോയിൽ, അല്ലേ? സൺസ് എന്ന് പറഞ്ഞാൽ എന്താ? മക്കൾ എന്നുള്ള അർത്ഥത്തിലാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ സൺസ് ഓഫ് ദ സോയിൽ എന്നാണ് അതിന് പറയാം. ഈ രഹസ്യ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഈ രഹസ്യ സംഘടന സ്ഥാപിക്കുന്നതിന് മുൻപിലുണ്ടായിരുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത്
നമ്മുടെ അമേരിക്കയിലെ, വടക്കേ അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനിയോ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവൊക്കെ ആയിരുന്ന സാമുവൽ ആഡംസ് ആണ്. ഓക്കെ, സാമുവൽ ആഡംസ്. ക്ലിയർ? ഈ സാമുവൽ ആഡംസിനെയാണ് നമ്മൾ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പിതാവ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് അമേരിക്കൻ റവല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സാമുവൽ ആഡംസിനെയാണ്. ഓർത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതേസമയം റെയർ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സാമുവൽ ആഡംസ് പിന്നെ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് സാമുവൽ ആഡംസിനെയാണ്. അപ്പോൾ സൺസ് ഓഫ് ദ സോയിൽ നമുക്കറിയാം അല്ലേ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ പ്രവർത്തിച്ച സംഘടനയാണ്. പിന്നെ സാമുവൽ ആഡംസ് വിപ്ലവത്തിൻ്റെ പിതാവ്. ഇനി ഈ ടൗൺഷിപ്പ് നിയമങ്ങളൊക്കെ നടന്നു, ടീ ആക്ട് വന്നു അല്ലേ. പിന്നെ ഇതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ബോസ്റ്റണിൽ, അതായത് അവരുടെ ഒരു കേന്ദ്രമാണ് അമേരിക്കൻ വിപ്ലവത്തിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു കേന്ദ്രം. ഈ ബോസ്റ്റണിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കുക. ബ്രിട്ടനും അല്ലെങ്കിൽ ഇംഗ്ലണ്ടും പിന്നെ അമേരിക്കൻ കോളനികളിലെ ആളുകളും എല്ലാം കൂടി ഒത്തുചേർന്നിട്ട് പിന്നെ ബോസ്റ്റണിൽ കുറേ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ബ്രിട്ടീഷ് പട്ടാളക്കാർ 5 അമേരിക്കക്കാരെ കൊലപ്പെടുത്തുകയുണ്ടായി. 5 അമേരിക്കക്കാരെ അവർ കൊന്നു. ഇതിനെ പറയുന്ന പേരാണ് ബോസ്റ്റൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. ഇത് SCERT-യിലൊന്നും അധികം കാണാത്തൊരു പോയിൻ്റാണ്, ഓർത്തു വയ്ക്കാം. ഇതിൻ്റെ വർഷം 1770. ഓക്കെ, 1770 മാർച്ച് 5-നാണ് ബോസ്റ്റൺ കൂട്ടക്കൊല നടന്നിട്ടുള്ളത്. 1770 മാർച്ച് 5-നാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. അതായത് ബോസ്റ്റണിലുള്ള പ്രതിഷേധത്തിനിടെ അമേരിക്കൻ പട്ടാളക്കാർ ബ്രിട്ടീഷ് പട്ടാളക്കാർ 5 അമേരിക്കക്കാരെ കൊന്നു. ഇതിനെയാണ് നമ്മൾ കൂട്ടക്കൊല, ബോസ്റ്റണിൽ നടന്നതുകൊണ്ടാണ് ബോസ്റ്റൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. 1770 മാർച്ച് 5-നാണ് കൂട്ടക്കൊല. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചൊരു ഇതിൻ്റെ ഡേറ്റ് 1773-ലാണ് ടീ ആക്ട് വന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ബോസ്റ്റൺ കൂട്ടക്കൊലയുണ്ട്. തൊട്ട് ഈ ഒരു തേയിലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഓക്കെ, ടീ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത വർഷം മറ്റൊരു പരിപാടി നടന്നു, മറ്റൊരു ഇൻസിഡൻറ്റ് നടന്നു. അതിന് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയും. ആദ്യം നമ്മൾ പറഞ്ഞ ബോസ്റ്റൺ കൂട്ടക്കൊലയാണ്, നെക്സ്റ്റ് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി. ഇത് 1773 ഡിസംബർ 16 ഇങ്ങനെയൊരു ബോസ്റ്റൺ കൂട്ടക്കൊല നടക്കുന്നത്. നിങ്ങൾക്കിവിടെ ഇതിൻ്റെ സൈഡിൽ ഒരു SCERT എന്നുള്ള 2 ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേ പിന്നെ നിങ്ങൾക്ക് ഇൻസിഡൻറ്റ് എന്താണെന്ന് പറയാം. അതായത് ബോസ്റ്റൺ കൂട്ടക്കൊല നടക്കുന്നത് 1770 മാർച്ച് 5-നാണ്. മാർച്ച് 5 കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം അല്ലേ, 1773 ഡിസംബർ 10-നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. പല പരീക്ഷകളിലും ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം കണ്ടിട്ടുണ്ട്. എത്രയോ വർഷത്തെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി ഏത് പിന്നെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ഇത് നടക്കുന്ന ഡേറ്റ് 1773 ഡിസംബർ 16-നാണ്. ഇത്രയേ ഉള്ളൂ. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ തേയിലേൻ്റെ മേലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് തേയില, ഗ്ലാസ്, ഇതിനൊക്കെ ടാക്സ് ഏർപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തേയിലേൻ്റെ മേലെ ഉയർന്ന നികുതി, ഹൈ ലെവലിലാണ് ടാക്സ് ഏർപ്പെടുത്തിയത്. അങ്ങനെ ടാക്സ് ഏർപ്പെടുത്തി. സ്വാഭാവികമായിട്ടും ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇങ്ങനെ ഏർപ്പെടുത്തിയ സമയത്ത് അമേരിക്കൻ കോളനികളിലുള്ള ആളുകൾക്ക് ഇവരുടെ കയ്യിൽ നിന്നും തേയില വാങ്ങാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അങ്ങനെ ഇവർ തേയില ഇവരുടെ കയ്യിൽ നിന്നും വലിയ നികുതി കൊടുത്തിട്ട് തേയില വാങ്ങാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവരെന്ത് ചെയ്യാണ്? ഈ നികുതി ചുമത്തിയതിന് എതിരായിട്ട് റെഡ് ഇന്ത്യക്കാരുടെ, ഓക്കെ, നമ്മൾ അമേരിക്കക്കാരെ വിശേഷിപ്പിക്കുന്നതായിരുന്നു റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഇവർ ബോസ്റ്റൺ തീരത്ത് നങ്കൂരമിട്ടിരുന്ന പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കപ്പലിൽ നിന്നും 342 തേയില ബോക്സസ് ഇവർ കടലിലേക്ക് എറിഞ്ഞു. അല്ലേ, നമ്മൾ കടലിൽ കായം കലക്കുക എന്ന് പറഞ്ഞ പോലെ കടലിലേക്ക് തേയില കലക്കി. അതായത് ആ ബോക്സുകളുടെ എണ്ണവും ഡേറ്റും ഒന്ന് ഓർത്ത് വെക്കണേ. 342 ബോക്സസ് ഓഫ് തേയില, 342 തേയിലയുടെ ബോക്സുകളാണ് ഇവർ കടലിലേക്ക് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് നമ്മുടെ ഈ ബ്രിട്ടീഷ് കോളനികളിലുള്ള ആളുകൾ കടലിലേക്ക് എറിഞ്ഞത്. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയാം. ഈ ഒരു ഇൻസിഡൻറ്റിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയാം. ഒന്നുകൂടി പറയാം, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹൈ ലെവലിലാണ് നികുതി ഏർപ്പെടുത്തിയത് തേയിലയ്ക്ക്. ഇതിനോടുള്ള ഇത്രയും നികുതി ഏർപ്പെടുത്തിനോടുള്ള എതിരായിക്കൊണ്ട് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ഒരു വിഭാഗം പിന്നെ ജനങ്ങൾ ബോസ്റ്റണിലെ തീരത്തുണ്ടായിരുന്ന നിർത്തിയിട്ടിട്ടുണ്ടായിരുന്ന മീൻസ് നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന 342 തേയില ബോക്സുകൾ കടലിലേക്ക് എറിഞ്ഞ ഇൻസിഡൻറ്റിനെയാണ് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയാം. 1770 മാർച്ച് 5-നായിരുന്നു ബോസ്റ്റൺ കൂട്ടക്കൊല. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് 1773 ഡിസംബർ 16 നടക്കുന്ന ഇൻസിഡൻറ്റിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുക. ഓക്കെ,
ഇനി നിങ്ങൾക്കിവിടെ ഓൾറെഡി കാണാൻ പറ്റും ഒന്ന് ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് പഴയ SCERT പാഠപുസ്തകത്തിൽ നിന്നുള്ളൊരു ഭാഗവും ഇതിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് പുതിയ SCERTയിലുള്ള ഭാഗമാണ്. രണ്ടും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ വായിക്കാം, നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ സൈഡിലുള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു. ഓക്കെ, നമ്മൾ പറയാത്തൊരു പോയിന്റാണ് അല്ലേ, ഓർത്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു 1773 തേയില നിയമം നടപ്പിലാക്കുന്നത്. നോർത്ത് പ്രഭു അല്ലേ, നമുക്കറിയാം ടീ ആക്ട്, തേയില നിയമം 1773 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, തേയില നിയമം. അപ്പം അങ്ങനെ കോളനി നിവാസികളെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ വേണ്ടി നിർബന്ധിപ്പിക്കുന്നതായിരുന്നു ഈ നിയമം. അങ്ങനെ തുറമുഖത്തെത്തിയ കപ്പലുകളിൽ നിന്നും റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറിപ്പറ്റിയ പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരം അല്ലെങ്കിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ബോസ്റ്റൺ തേയില സൽക്കാരം, ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, സൽക്കാരം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഇനി താഴെയുള്ള നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് എത്രയേ ഉള്ളൂ, ടീ ആക്ട് 1773 കൊണ്ടുവന്ന ആളുടെ പേര് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭുവാണ്. ഓക്കെ, നോർത്ത് പ്രഭു. പിന്നെ താഴെയുള്ള ബോസ്റ്റൺ ടീ പാർട്ടി സെയിം സാധനമാണ്. അതിൻ്റെ ഡേറ്റ് ഓർക്കുക, 1773 ഡിസംബർ 16. പിന്നെ ബോക്സുകളുടെ എണ്ണം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാനവിടെ ആരോ വെച്ചിട്ടുണ്ട്, 342 തേയില ബോക്സുകൾ. ഓക്കെ, രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു ഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ, ഇംഗ്ലീഷ് കപ്പൽ കയറി അതിലുണ്ടായിരുന്ന 342 തേയിലകൾ വലിച്ചെറിഞ്ഞു കടലിലേക്ക്. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, പിന്നെ ഇനി ഇത്രയും നിയമങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുകയാണ്. പക്ഷെ ആ സമയത്തൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയിട്ട് നിയമങ്ങൾ പിൻവലിച്ചിട്ടില്ല. ഓക്കെ, പിൻവലിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമേരിക്കൻ കോളനികൾ ഇത്രയും കാലം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിയമങ്ങൾ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഈ നിയമങ്ങൾക്കിൻ്റെ എതിർപ്പായിട്ട്, ഈ നിയമങ്ങളോടുള്ള എതിർപ്പായിട്ട് അല്ലെങ്കിൽ നിയമങ്ങളുടെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഈ അമേരിക്കൻ കോളനികൾ, 13 അമേരിക്കൻ കോളനികൾ ഇവർ പരസ്പരം ഒത്തുകൂടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതായത് നമുക്കൊരു സോളിഡ് ആയിട്ടുള്ള ഒരു റീസൺ, ഒരു സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഒത്തുകൂടുകയാണ്. ഇതിന് നമ്മൾ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ എന്ന് പറയും. കോണ്ടിനെൻ്റൽ കോൺഗ്രസ് പ്രധാനമായിട്ടും 3 കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകളാണ് നടന്നിട്ടുള്ളത്. 3 നടക്കുന്നത് തൊട്ടടുത്തടുത്ത വർഷങ്ങളിലാണ്. മാത്രമല്ല 3 നടക്കുന്നത് ഒരേ സ്ഥലത്ത് വെച്ചാണ്, ഫിലാഡൽഫിയ. ഓക്കെ, 3 കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ അമേരിക്കൻ 13 കോളനികൾ ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ചു. ഇതിലെ 3 കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ നടക്കുന്ന സെയിം സ്ഥലത്ത് വെച്ചിട്ടാണ്, ഫിലാഡൽഫിയ എന്നാണ് അതിന് പറയുക. ഓക്കെ, ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അപ്പം ഒന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. 1774 ഫിലാഡൽഫിയയിൽ വെച്ച് നടക്കുന്നത്. അതായത് ഈ കോളനികളിൽ ഓർത്തു വയ്ക്കുക, 12 കോളനികളിലാണ് ഒന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുത്തത്. 12 കോളനികളാണ് പങ്കെടുത്തത്. ജോർജിയ എന്ന് പറഞ്ഞ കോളനി ഈ ഒന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുത്തില്ല. 1774 ഫസ്റ്റത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. 1774 നടക്കുന്നത് ഫിലാഡൽഫിയ. ഓക്കെ, 74. അപ്പോൾ നമ്മൾ ഇതിൽ 12 കോളനികൾ പങ്കെടുത്തു. 13ാമത്തെ നമ്മൾ പഠിച്ചത് 13 കോളനികൾ ഉണ്ടല്ലോ എന്നാണ് അല്ലേ. 13ാമത്തെ കോളനി അല്ലെങ്കിൽ മറ്റൊരു കോളനി ആയിട്ടുള്ള ജോർജിയ ഇതിൽ പങ്കെടുത്തിട്ടില്ല. അത് ഒന്നാമത്തെ പോയിന്റ് ഓർത്തു വയ്ക്കുക. അങ്ങനെ ഈ 12 കോളനികൾ എല്ലാവരും കൂടി ഒത്തുകൂടി. ഇവിടെ ഇവരെന്താണ് സമർപ്പിച്ചത്? ഇവിടെ ഒരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം അല്ലെ, ഒരു ഡിക്ലറേഷൻ ഇവർ നടത്തുകയുണ്ടായി. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, ആ ഡിക്ലറേഷൻ പറയുന്ന പേരാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഒന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ടാണ്. മറ്റൊന്ന് ഈ വ്യവസായങ്ങൾക്ക്, അതായത് വ്യവസായ നയം, വാണിജ്യ നയം, മെർക്കൻഡലിസം ആണല്ലോ. അതായത് ഇവരുടെ വാണിജ്യങ്ങൾക്കോ വ്യവസായങ്ങൾക്കോ ഏർപ്പെടുത്തിയിട്ട് നിയന്ത്രണം നീക്കണമെന്നും അവരുടെ, അതായത് അമേരിക്കൻ കോളനിക്കാരുടെ അനുവാദമില്ലാതെ ഒരു ടാക്സ് പോലും ഏർപ്പെടുത്താൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ രാജാവിനൊരു പെറ്റീഷൻ കൊടുത്തു, ഒരു നിവേദനം. പക്ഷേ രാജാവ് എന്ത് ചെയ്യാണ്, ആ പെറ്റീഷനൊക്കെ കീറിക്കളഞ്ഞ് ഇവരെ അങ്ങോട്ട് അടിച്ചമർത്തി. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ നടന്നിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, വെരി ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774, കാരണം 73 വരെ ബോസ്റ്റൺ ടീ പാർട്ടിയാണ് നടന്നത്. തൊട്ടടുത്ത വർഷം തൊട്ടിട്ട് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത വർഷമാണ്. 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഇംഗ്ലണ്ടിലെ നയങ്ങൾക്കെതിരെ ജോർജിയ ഒഴിച്ചുള്ള 12 കോളനികൾ പങ്കെടുത്തു. ജോർജിയ പങ്കെടുത്തില്ല. ഇനി ഇവർ ഈ ടാക്സ്, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ടാക്സ് ചുമത്താൻ പാടില്ല, പിന്നെ വ്യവസായങ്ങൾക്ക്, വാണിജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന കൺട്രോൾ നീക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഇവർ രാജാവിന് ഒരു പെറ്റീഷൻ കൊടുത്തു, ഒരു നിവേദനം. രാജാവ് അത് ഇല്ലാതാക്കി, കീറിക്കളഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്ന് പറയുന്നൊരു പ്രഖ്യാപനം, അല്ലെ, ഒരു പ്രഖ്യാപനം, അത് ഡിക്ലറേഷൻ നടത്തുന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇനി രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഇത് തൊട്ടടുത്ത വർഷം, അല്ലേ, സെയിം സ്ഥലത്ത് വെച്ച് നടന്നു. ഓർക്കാൻ സുഖമുണ്ട്. 1775 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. ഒന്നാമത് 774 ഫിലാഡൽഫിയ, സെക്കൻഡ് 1775 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. ഇതിൽ 12 കോളനികളല്ല 13 കോളനികളും പങ്കെടുത്തു. ഓക്കെ, 13 കോളനികളും രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിന് പങ്കെടുത്തു. 1775 ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് ഒരു സമ്മേളനം ചേരുകയുണ്ടായി. 13 കോളനികളും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിൽ ഈ ഒരു രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജോർജ് വാഷിങ്ടണിനെ ഈ അമേരിക്കൻ കോളനികളുടെ, അതായത് കോണ്ടിനെൻ്റൽ സൈന്യം, അല്ലെ, കോണ്ടിനെൻ്റൽ സൈന്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോളനികളുടെ ഒരു സൈന്യം, അവരുടെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ പ്രഖ്യാപിച്ചു. ക്ലിയർ? ഇത് പ്രഖ്യാപിച്ചത് രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ്. മാറിപ്പോകരുത്, ചോദിക്കും. ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സൈന്യത്തിൻ്റെ തലവനായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്, അല്ലേ? എവിടെയായിരുന്നു? രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജോർജ് വാഷിങ്ടണിൻ്റെ 13 കോളനികളും പങ്കെടുത്തു. 775 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. അങ്ങനെ ഈ സമയത്താണ് തോമസ് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ, അല്ലേ, അയാൾ ഒരു ലഘുലേഖ പുറത്തിറക്കേണ്ടായി. അതിൻ്റെ പേരാണ് കോമൺ സെൻസ്. ഓക്കെ, തോമസ് പെയിനിൻ്റെ കോമൺ സെൻസ് എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, തോമസ് പെയിനിൻ്റെ ലഘുലേഖയുടെ പേരാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ലഘുലേഖ, ഈ ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുന്നതാണ് അമേരിക്കൻ കോളനിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വിവേകപൂർവ്വമായിട്ടുള്ളൊരു പ്രവൃത്തി എന്ന് ആര് പ്രഖ്യാപിച്ചു? തോമസ് പെയിൻ പ്രഖ്യാപിച്ചു. ഓക്കെ, കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ലഘുലേഖ ഈ രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സൈന്യത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ വെച്ചിട്ട് പുറത്തെടുക്കുന്നുണ്ട്. അതിലൂടെ ഇയാൾ പ്രഖ്യാപിച്ചത് എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുന്നതാണ്. അതായത് ഇംഗ്ലണ്ടും കോളനികളും സെപ്പറേറ്റ് ചെയ്യണം. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കൻ കോളനികളെ സംബന്ധിച്ച് ഏറ്റവും വിവേകപൂർവ്വമായ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുള്ളത് കോമൺ സെൻസ് എഴുതിയിട്ടുള്ള തോമസ് പെയിനാണ്. ക്ലിയർ? ഇനി ഇതിൽ മറ്റൊന്നും കൂടി, മറ്റൊരു പ്രഖ്യാപനം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് ഒന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലായിരുന്നു. രണ്ടാമത്തേലാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കുന്നത്. ജോൺ ഡിക്കൻസൺ എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഓർത്തു വയ്ക്കുക, ജോൺ ഡിക്കൻസൺ എന്ന് പറയുന്ന ഒരാളാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ, രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കി. എന്താണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ? ഓക്കെ, എന്താണ്? ഇതൊന്നും പഴയ SCERT ഉണ്ടായിരുന്നില്ല. പുതിയ SCERT ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെ, കോളനി നിവാസികൾ നൽകിയിട്ടുള്ള ഒരു പരാതിയാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. അതായത് ഞങ്ങൾക്കൊരു ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധം ഒഴിവാക്കാൻ, ഞങ്ങൾക്കൊരു യുദ്ധത്തിന് താല്പര്യമില്ല, അല്ലെ, രാജാവിന് ഞങ്ങൾക്ക് വിശ്വാസമാണെന്നുള്ള രീതിയിൽ ഇവരൊരു പരാതി കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് രാജാവിനൊരു പരാതി കൊടുക്കുകയാണ്. അത് മാത്രമല്ല 1765 ശേഷം തയ്യാറാക്കിയിട്ടുള്ള എല്ലാ നിയമങ്ങളും പിൻവലിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഒരു നിവേദനമാണത്. ഇതിനെയാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കിയത് രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയത് ജോൺ ഡിക്കൻസൺ. അപ്പം സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. 13 കോളനികളും പങ്കെടുക്കുകയുണ്ടായി. ജോർജ് വാഷിങ്ടണിനെ സൈന്യത്തിൻ്റെ തലവനായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ തോമസ് പെയിൻ കോമൺ സെൻസ് ഓർത്തു വയ്ക്കുക. പിന്നെ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ജോൺ ഡിക്കൻസൺ. ക്ലിയർ അല്ലേ? ഇതൊക്കെ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ്. എഴുതി പഠിക്കുക. ഇനി നെക്സ്റ്റ് തേർഡിലേക്ക് മൂവ് ചെയ്യണം. മൂന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം, അല്ലേ? മൂന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ്. സെയിം സ്ഥലത്ത് വെച്ചിട്ടാണ്, ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തൊട്ടടുത്ത വർഷം, അല്ലേ? 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 75 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, മൂന്നാമത്തെ, അല്ലേ, 76 മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 74 75 76 ഓർക്കാൻ സുഖമുണ്ട്. സെയിം സ്ഥലം ഫിലാഡൽഫിയ. ഇതിലും ഈ പറഞ്ഞ പോലെ എല്ലാ കോളനികളും പങ്കെടുക്കേണ്ടായി. അങ്ങനെ എന്താണ് മൂന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഓക്കെ, ഡിക്ലറേഷൻ, അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കൻ കോളനികൾക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള രീതിയിലൊരു പ്രഖ്യാപനം അങ്ങോട്ട് നടത്തുകയുണ്ടായി ഈ സമ്മേളനത്തിൽ വെച്ചിട്ട്. ഇതിൻ്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. 1776 1776 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1776 ജൂലൈ 4 ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ബോസ്റ്റൺ കൂട്ടക്കൊല നടക്കുന്നത് 1770 മാർച്ച് 5.
1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടത്തുന്നത്. അങ്ങനെ ഈ പ്രഖ്യാപനം തയ്യാറാക്കിയത് 2 പേര്. പ്രഖ്യാപനം തയ്യാറാക്കുന്നതിൽ 4-5 പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 പേര് തോമസ് ജെഫേഴ്സണും പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. തോമസ് ജെഫേഴ്സണും ഉണ്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഇവർ 2 പേരും കൂടിയിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഈ പ്രഖ്യാപനത്തിൽ ഫിലോസഫർ കൂടിയായിരുന്ന ജോൺ ലോക്കിൻ്റെ ആശയങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിച്ചത്. ഇത് തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഓക്കെ, തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണ് ഇത് തയ്യാറാക്കിയത്. പക്ഷേ ഇത് തയ്യാറാക്കിയതല്ല ഞാൻ പറയുന്നത്. ഇതിൽ പ്രതിഫലിപ്പിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മുടെ ജോൺ ലോക്കിൻ്റെ ആശയങ്ങളായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഓക്കെ, ജോൺ ലോക്കിൻ്റെ ആശയങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിച്ചിരുന്നത്. കുറേ ആളുകൾ നമ്മൾ പഠിച്ചു അല്ലേ, പിന്നെ തോമസ് പെയിന്, പിന്നെ ജോൺ ലോക്ക്, അങ്ങനെയുള്ള ആളുകളുടെ പേരൊക്കെ ഇതിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോട് കൂടിയിട്ട് നമ്മുടെ അമേരിക്കയും അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം 1781 അങ്ങോട്ട് അവസാനിച്ചു. 1781 യുദ്ധം അവസാനിക്കുകയാണ് ചെയ്തത്. ഒരു 2 വർഷം കഴിഞ്ഞ് 1783 ലാസ്റ്റ് ലൈൻ നിങ്ങൾക്ക് കാണാം. 1783 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഓക്കെ, ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. 83 പാരീസ് ഉടമ്പടി പ്രകാരം പിന്നെ ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഇതാണ്, ഇത്രയും ഇൻസിഡൻറ്റുകളാണ് മൂന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ചിട്ട് നടന്നിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. മൂന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1776 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. എല്ലാവരും പങ്കെടുത്തു. അതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു. അതിൻ്റെ ഡേറ്റ് 1776 ജൂലൈ 4. ഓക്കെ, ഇത് തയ്യാറാക്കിയത്, ഇതിൽ പ്രതിഫലിക്കുന്നത് ജോൺ ലോക്കിൻ്റെ ആശയങ്ങളാണ്. പക്ഷെ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ക്ലിയർ? അങ്ങനെ 1781 ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു. 83 പാരീസ് ഉടമ്പടി, പാരീസ് ട്രീറ്റി, ഇതോടുകൂടി ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. ക്ലിയർ? ഇതുവരെ പ്രഖ്യാപനം നടത്തിയെങ്കിലും അംഗീകരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അംഗീകരിക്കുന്നു. ഓക്കെ, ഇത് SCERTയിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കൊന്ന് കാണാം. പിന്നെ ഒന്നാമത്തെ കോണ്ടിനെൻ്റ് ഫിലാഡൽഫിയ കോൺഗ്രസ് 1774. ഓക്കെ, ജോർജിയ ഒഴിച്ചുള്ള 12 കോളനികൾ പങ്കെടുത്തു. പരാതികൾ പരിഹരിക്കുന്നതിനും ഇതുവരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. 75 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ സെക്കൻഡ് കോൺഫറൻസിലാണ്. ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായി പ്രഖ്യാപിക്കുന്ന 2ാമത്തെ സമ്മേളനത്തിലാണ്. പിന്നെ ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധം മെല്ലെ അവസാനിക്കുന്നു. 76 മൂന്നാമത്തെ ഫിലാഡൽഫിയ സമ്മേളനം. അതിലെന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. ഇത് തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, കൂടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഉണ്ട്. വളരെ ക്ലിയർ ആയിട്ട് SCERTയിൽ കൊടുത്തിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് സ്നിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം SCERTയിൽ 2 പുതിയതിലും പഴയതിലൊക്കെ ന്യൂ SCERTയിലും ഒക്കെ എന്ത് പറയുന്നുണ്ട്? ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇനി ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. SCERTയിലുള്ളൊരു ഭാഗമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. നിങ്ങൾ വായിച്ചില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. 1781 പിന്നെ യോർക്ക് ടൗണിൽ വെച്ചിട്ട് കോൺവാലിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി പരാജയപ്പെടുത്തി. ഓക്കെ, നമ്മൾ പറഞ്ഞു 1751 പിന്നെ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ആരുടെ അണ്ടറിലാണ് യുദ്ധം നടന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് യോർക്ക് ടൗണിൽ വെച്ചിട്ട് ആരും തമ്മിലാണോ? ഇംഗ്ലീഷ് സൈന്യത്തിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് കോൺവാലിസ് പ്രഭുവാണ്. ഇംഗ്ലീഷ് സൈന്യത്തിന് കോൺവാലിസ് ആണ്. അതേസമയം അമേരിക്കൻ കോളനികളെ നയിച്ചിട്ടുണ്ടായിരുന്നത് ജോർജ് വാഷിങ്ടണിനെ. നമ്മൾ പറഞ്ഞു 2ാമത്തെ കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ ജോർജ് വാഷിങ്ടണിനെയൊക്കെ തലവനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അമേരിക്കൻ കോളനികളെ നയിച്ചിട്ടുണ്ടായിരുന്നത് കോൺവാലിസും, പിന്നെ അമേരിക്കൻ കോളനികളെ നയിച്ചത് ജോർജ് വാഷിങ്ടണും, ബ്രിട്ടനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സൈന്യത്തെ കോൺവാലിസുമാണ് നയിച്ചത്. അങ്ങനെ അമേരിക്കൻ സൈന്യത്തിനെ, അതായത് അമേരിക്കൻ കോളനികൾക്ക് സഹായമായിട്ട് ആരൊക്കെ ഉണ്ട്? ഫ്രാൻസും സ്പെയിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഫ്രാൻസ് സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ നമുക്കറിയാം. എന്തുകൊണ്ടാണ്? സപ്തവത്സര യുദ്ധത്തിൽ ഇവർ പരാജയപ്പെട്ടു ഫ്രാൻസ്. അങ്ങനെ ഫ്രാൻസും സ്പെയിനൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 1783 പാരീസ് ഉടമ്പടി ഇത് പ്രകാരം
ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. ഇത്രയും വരെയാണ് ഇത്രയും വരെയാണ് നമ്മുടെ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. 83 ഇവിടെ സെയിം നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ 1-2 കാര്യങ്ങൾ എക്സ്ട്രാ പറയാനുണ്ട്. അതായത് 1781 ഇവർ തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നത്. 83 പാരീസ് ഉടമ്പടി പ്രകാരം 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിക്കുന്നു. ഈ സമയത്ത്, അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി, ഇത് ഇമ്പോർട്ടൻ്റാണ്, കാരണം നമ്മൾ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിനെയൊക്കെ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ ഫ്രാൻസിൽ ഈ സമയത്ത് ലൂയി 16 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന നമുക്ക് പറയാം, നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് നമുക്ക് അറിയാൻ സാധിക്കും ലൂയി 14, 15, 16 അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇതിൽ അമേരിക്കൻ വിപ്ലവം നടക്കുന്ന സമയത്ത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 16 അതേസമയം ഇംഗ്ലണ്ടിലെ ഭരണാധികാരി നമുക്കറിയാലേ ആരാ? ജോർജ് 3 ഈ സമയത്ത് ഇംഗ്ലണ്ടിലെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ജോർജ് 3 ആയിരുന്നു. അങ്ങനെ അമേരിക്കക്കാർക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനുള്ള ഒരു മീറ്റിംഗ്, അതും എവിടെ വെച്ച് നടന്നു? ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. ഇങ്ങനെ ഒരു മീറ്റിങ്ങും ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. 1787 സെപ്റ്റംബർ 17 അവസാനം നമ്മളെ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കപ്പെടുന്നത്. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന, അതായത് ഫിലാഡൽഫിയയിൽ മീറ്റിംഗ് നടക്കുന്നത്, ഫിലാഡൽഫിയയിൽ വെച്ചൊരു സമ്മേളനം നടക്കുന്നത് 1787, അതായത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. അങ്ങനെ 1787 സെപ്റ്റംബർ 17 അമേരിക്കൻ ഭരണഘടന ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കപ്പെടുന്നത്. ക്ലിയർ? ഇനി അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് 1787 അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നത്. 2 കൊല്ലം കഴിഞ്ഞിട്ട് 1789 ആദ്യത്തെ അമേരിക്കൻ ഐക്യനാടുകളുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് നമ്മൾ ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1789 87 അമേരിക്കയിലെ ഭരണഘടന വരുന്നു. 89 അല്ലേ ആദ്യത്തെ പ്രസിഡന്റ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ജോർജ് വാഷിങ്ടണിനെ. ക്ലിയർ? അതേസമയം അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതാരാ അല്ലെങ്കിൽ തയ്യാറാക്കിയതാരാ? നമ്മൾ അംബേദ്കറിനെ പറയുന്ന പോലെ അവിടെ ജെയിംസ് മാഡിസൺ ആണ്. ക്ലിയർ? ജെയിംസ് മാഡിസൺ ആണ്. ഇനി അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡൻ്റായിട്ട് നമ്മൾ പറയുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അടിമത്തൊക്കെ നിർത്തലാക്കിയ എബ്രഹാം ലിങ്കൺ ആണ്. ക്ലിയർ? എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ ആണ്. അവിടെ ഒന്ന് ഓർത്തു വയ്ക്കുക, എബ്രഹാം ലിങ്കൺ. അങ്ങനെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ കിട്ടിയതിൻ്റെ 100ാം വാർഷികത്തിൽ അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഫ്രഞ്ചുകാർ നൽകിയിട്ടുള്ള ഒരു സമ്മാനമായിരുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഞാനിതിൻ്റെ കൂടെ ആയതുകൊണ്ട് അത് ആഡ് ചെയ്തു എന്ന് മാത്രം. ഇനി ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ബോക്സ് കാണാം, പുതിയ CRTയിലുള്ള കാര്യമാണ്, ഇതൊന്ന് പഠിച്ചു വയ്ക്കണം. നമ്മൾ CRTയിലുള്ള ഭാഗങ്ങൾ പഠിച്ചു വയ്ക്കുക. 1732 ജോർജ് വാഷിങ്ടൺ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് അഗസ്റ്റിൻ വാഷിങ്ടണും മാതാവ് മേരി ഭാളു ആയിരുന്നു. മേരി ഭാളു. അഗസ്റ്റിൻ വാഷിങ്ടണും അമ്മ മേരി ഭാളുവാണ്. ആരുടെ? ജോർജ് വാഷിങ്ടണിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ ജോർജ് വാഷിങ്ടണാണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് പറയുന്ന ജോർജ് വാഷിങ്ടൺ. 1732 അദ്ദേഹം ജനിക്കുന്നത്. അഗസ്റ്റിൻ വാഷിങ്ടണും അമ്മ മേരി ഭാളും. അമേരിക്കൻ കോളനികളുടെ സർവ്വസൈന്യാധിപൻ അല്ലെങ്കിൽ ഭരണഘടനാ കൺവെൻഷൻ്റെ തലവൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഈ പദവികളൊക്കെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ജോർജ് വാഷിങ്ടണിനാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളുണ്ട്, അത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. മൈ ജേർണി ടു ദ ഒഹിയോ വാലി എന്ന് പറയുന്ന ഒരെണ്ണം. മൈ ജേർണി ടു ദ ഒഹിയോ വാലി എന്ന് പറയുന്ന മൈ ജേർണി ടു ദ ഒഹിയോ വാലിയാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ പെൻ പാൽ വിത്ത് മെനി അറൗണ്ട് ദ വേൾഡ് എന്ന് പറയുന്നത്. പെൻ പാൽ വിത്ത് മെനി അറൗണ്ട് ദ വേൾഡ്. അങ്ങനെ 2 ഫേമസ് ആയ പുസ്തകങ്ങൾ. ഇതൊന്ന് പഠിച്ചു വെക്കുക, കാരണം CRTയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചെറിയ ബോക്സുകളിലൊന്നും ചോദ്യം വരില്ലല്ലോ എന്ന്, പക്ഷേ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ 2 പുസ്തകങ്ങളുടെ പേര് അപ്പം ഒന്നുകൂടി പറയാം. 1732 അദ്ദേഹം ജനിക്കുകയാണ്. അവരുടെ പിതാവ് അഗസ്റ്റിൻ വാഷിങ്ടണും അമ്മ മേരി ഭാളുവാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു. അമേരിക്കൻ കോളനികളുടെ സർവ്വസൈന്യാധിപനായിട്ട് നമ്മൾ രണ്ടാമത്തെ കോൺഫറൻസിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഭരണഘടനാ കൺവെൻഷൻ്റെ തലവനായിരുന്നു. ഈ പൊസിഷൻസ് ഒക്കെ, ഈ പദവികളൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. 2 പുസ്തകങ്ങളുണ്ട്, മൈ ജേർണി ടു ദ ഒഹിയോ വാലി, മറ്റൊന്ന് പെൻ പാൽ വിത്ത് മെനി അറൗണ്ട് ദ വേൾഡ്. പെൻ പാൽ വിത്ത് മെനി അറൗണ്ട് ദ വേൾഡ് എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ. ഇനി
അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആക്ച്വലി തുടക്കത്തിൽ പറയാനായിരുന്നു, പക്ഷേ ഞാൻ ഇതിനെ ഒരുമിച്ചാക്കിയതാണ്. കാരണം പഠിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വളരെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, ഒന്നാമത്തത് അമേരിക്കൻ കോളനികളുടെ അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആശയം അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു മുദ്രാവാക്യം എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രണ്ട് മാറി വന്നതും പഴയതുമായ CRTയിലൊക്കെ ഉള്ള കാര്യമാണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അല്ലേ? നമ്മൾ ഒരാളെ പ്രതിനിധിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ടാക്സ് തരൂല എന്നുള്ളൊരു മീനിങ്ങിൽ ജെയിംസ് ഓട്ടിസ് തയ്യാറാക്കിയിട്ടുള്ളൊരു മുദ്രാവാക്യമാണിത്. ജെയിംസ് ഓട്ടിസിൻ്റെയാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത് തയ്യാറാക്കിയത് ജെയിംസ് ഓട്ടിസ് ആണ്. മറ്റൊന്ന് ജോൺ ലോക്ക്, അല്ലേ? നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പ്രതിഫലിക്കുന്ന ആശയം ജോൺ ലോക്കിൻ്റെയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, മനുഷ്യന് ചില ബേസിക് ആയിട്ടുള്ള മൗലികാവകാശങ്ങളുണ്ട്. അത് ഒരു ഗവൺമെൻറ്റിനും ഇല്ലാതാക്കാൻ പറ്റില്ല, അത് ഒരു ഗവൺമെൻറ്റും ഹനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജോൺ ലോക്കാണ്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അത് ഒരു ഗവൺമെൻറ്റിനും ഇല്ലാതാക്കാൻ ഹനിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞത് അവകാശമില്ല എന്ന് പറഞ്ഞ് ജോൺ ലോക്കാണ്. രണ്ടെണ്ണം, ജെയിംസ് ഓട്ടിസും ഉണ്ട്, ജോൺ ലോക്കും ഉണ്ട്. ഇനി മറ്റൊന്ന് തോമസ് പെയിൻ, അല്ലേ? തോമസ് പെയിൻ്റെ ലഘുലേഖയുടെ പേര് നമുക്കറിയാം, കോമൺ സെൻസ്. ഇനി അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഏതെങ്കിലും ഒരു വിദേശ ശക്തി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാ? ഇംഗ്ലണ്ടിനെയാണ്. ഈ വൻകര, അതായത് നോർത്ത് അമേരിക്കയാണ്. ഈ വൻകര എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്കയാണ് ഉദ്ദേശിക്കുന്നത്. ദീർഘകാലം കീഴടക്കി കഴിയണം എന്ന് പറയുന്നത് യുക്തിക്ക് നിർഹിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്നത് തോമസ് പെയിനാണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര വിച്ച് മീൻസ് നോർത്ത് അമേരിക്കയെ ദീർഘകാലം കീഴടക്കി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ്. കോമൺ സെൻസ് എഴുതിയിട്ടുള്ള തോമസ് പെയിൻ. ഇനി മറ്റൊന്ന് ജോൺ ആഡംസ് പറയുന്നൊരു കാര്യമാണ്. ജോൺ ആഡംസ്, അതായത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞു, അല്ലേ? പല മീറ്റിങ്ങുകളൊക്കെ കൊണ്ട് ഇവർ സാധിച്ചു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ്. ക്ലിയർ? ജോൺ ആഡംസ് ഓർത്തു വയ്ക്കുക. അപ്പോൾ ജെയിംസ് ഓട്ടിസ്, തോമസ് പെയിന്, ജോൺ ലോക്ക്, ജോൺ ആഡംസ്. ജെയിംസ് ഓട്ടിസ്, ജോൺ ലോക്ക്, ജോൺ ആഡംസ്, തോമസ് പെയിൻ, 4 ആളുകളെ നമ്മളിതിൽ പറഞ്ഞു. ഇതേ സെയിം സാധനം കേട്ടോ ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് കാണാം, പ്രാതിനിധ്യമില്ലാത്ത നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവ്വം, അത് നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞു, അല്ലേ? ആരുടെയാണ്? തോമസ് പെയിനിൻ്റെയാണ്. പിന്നെ മറ്റൊന്ന്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക്. പിന്നെ സെയിം സാധനം കേട്ടോ താഴെ കൊടുത്തിരിക്കുന്ന തോമസ് പെയിൻ്റെ കോമൺ. ഈ മുകളിലുള്ള ഭാഗം ബ്ലൂ കളറിലുള്ളത് ഇത്തവണത്തെ CRTയിലും താഴെയുള്ളത് ലാസ്റ്റ് ഇയറിലുണ്ടായിരുന്നതുമാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ അമേരിക്കയിലുണ്ടായിരുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കനിലെ കലാപം നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 13 കോളനികളുണ്ട്, അല്ലേ? അതിൽ 13 കോളനികളുടെ പേരൊന്നും നമുക്കറിയില്ല. ആകെ നമുക്കറിയുന്നത് മെസാച്യുസെറ്റ്സിനെ അറിയാം, ജോർജിയനെ അറിയാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് മാത്രമാണ്, അല്ലേ? ജോർജിയ പങ്കെടുക്കാത്തതുകൊണ്ട് ജോർജിയനെ അറിയാം, ബാക്കി ഒന്നിനും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് ന്യൂയോർക്ക്, ജോർജിയ, ന്യൂയോർക്ക്, പിന്നെ ന്യൂ ഹാംഷെയർ, പെൻസിൽവാനിയ, ന്യൂജേഴ്സി. ഓക്കെ, ഈ ന്യൂ ഹാംഷെയറിനെയും ന്യൂ ജേഴ്സിനെയും ന്യൂയോർക്കിനെയൊക്കെ അങ്ങോട്ട് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ന്യൂയോർക്ക്, ന്യൂ ഹാംഷെയർ, ന്യൂജേഴ്സി, പിന്നെ പെൻസിൽവാനിയ, ജോർജിയ, അതേപോലെ വെർജീനിയ ഇതൊക്കെ ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, പിന്നെ റോസ് ഐലൻഡ്, അതേപോലെ നോർത്ത് കരോലിന, സൗത്ത് കരോലിന, പിന്നെ മേരിലാൻഡ്, കണക്റ്റിക്കട്ട്, മെസാച്യുസെറ്റ് നമുക്ക് ഓൾറെഡി അറിയാമല്ലേ. പിന്നെ ദിഗാവയർ. ഓക്കെ, ഇത്രയും ആണ് നമ്മളെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന 13 കോളനികൾ. ന്യൂയോർക്ക്, ജോർജിയ, ന്യൂ ഹാംഷെയർ, പെൻസിൽവാനിയ, പിന്നെ ന്യൂജേഴ്സി, അതേപോലെ മേരിലാൻഡ്, കണക്റ്റിക്കട്ട്, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, റോസ് ഐലൻഡ്, വെർജീനിയ, പിന്നെ മെസാച്യുസെറ്റ്, പിന്നെ ദിഗാവയർ. ഇത്രയും വരെയാണ് 13 കോളനികൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയായിരുന്നു ഈ 13 കോളനികളുടെ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു റിസൾട്ട്, അല്ലേ? എന്തൊരു ഒരു റിസൾട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. ഒന്ന്, പിൻകാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കൊക്കെ ഇത് പ്രചോദനം കൊടുത്തു എന്നുള്ളതാണ്. പിൻകാലത്ത് നടന്നിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കൊക്കെ ഇതൊരു വലിയ മോട്ടിവേഷനായി. മറ്റൊന്ന്, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചു, അല്ലേ? റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. അത് ആരുടെയായിരുന്നു? അമേരിക്കക്കാരുടെ, അല്ലേ? ജെയിംസ് മാഡിസൺ തയ്യാറാക്കിയ ആദ്യത്തെ ഭരണഘടന, അമേരിക്കയുടെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കപ്പെട്ടു. മറ്റൊന്ന്,
സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരമൊക്കെ നൽകുന്ന ഫെഡറൽ രാഷ്ട്രം അല്ലേ, ഫെഡറൽ എന്ന് പറയുന്ന ഒരു ആശയം, ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയം ലോകത്തിന് സംഭാവന ചെയ്തു. ഇത്രയും കാര്യങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് സമ്മപ്പ് ചെയ്യുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അമേരിക്കൻ വിപ്ലവത്തിൽ നമ്മൾ ആദ്യം ജെയിംസ് ഫസ്റ്റിൻ്റെ മെയ്ഫ്ലവർ പിൽഗ്രിം ഫാമേഴ്സ് ഓർക്കുക, 13 കോളനികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, 13 കോളനികളിൽ 1651 നാവിഗേഷൻ നിയമം പഠിച്ചു വയ്ക്കുക. പിന്നെ കൊളംബസിൻ്റെ ഒരു യാത്ര, ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. മെർക്കൻഡലിസം, അതിൽ പിന്നെ ഗ്ലോബൽ വാർ അല്ലെങ്കിൽ സപ്തവത്സര യുദ്ധം, ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ. പിന്നെ 1764 ഷുഗർ ആക്ട്, 1765 സ്റ്റാമ്പ് നിയമം, 1766 പ്രഖ്യാപന നിയമം, പിന്നെ 1767 ടൗൺഷിൻ്റെ നിയമം, ടീ ആക്ട്, ഓക്കെ, തേയില നിയമം 1773. പിന്നെ സൺസ് ഓഫ് ലിബർട്ടി എന്താണ്, അതേപോലെ ആദ്യത്തെ ഒരാളുടെ പേര് ഓർത്ത് വയ്ക്കുക, സാമുവൽ ആഡംസ്. ഓക്കെ, സാമുവൽ ആഡംസ് ആണ്. പിന്നെ ജോൺ ആഡംസും അതേപോലെ ജോൺ ലോക്കും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ, സാമുവൽ ആഡംസ്. പിന്നെ ബോസ്റ്റൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്, അതേപോലെ ബോസ്റ്റൺ ടീ പാർട്ടി, അതിൻ്റെയൊക്കെ ഡേറ്റുകളൊക്കെ. ബോസ്റ്റൺ കൂട്ടക്കൊല 1770 മാർച്ച് 5, ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. പിന്നെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 74, ഫിലാഡൽഫിയയിൽ 12 എണ്ണം പങ്കെടുത്തു കോളനികൾ. രണ്ടാമത്തത് 75 ഫിലാഡൽഫിയയിൽ 13 പേരും പങ്കെടുത്തു. ജോർജ് വാഷിങ്ടണിൻ്റെ ഇമ്പോർട്ടൻസ് പറയാം. ഒലിവർ ബ്രാഞ്ച് പെറ്റീഷൻ ഇവിടെയാണ് പറയുന്നത്. പിന്നെ മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1776 ഫിലാഡൽഫിയ, 1776 ജൂൺ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അവിടെ 3 ആൾക്കാരുടെ പേര് പറയണം അല്ലേ, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, പിന്നെ ജോൺ ലോക്ക്. ഓക്കെ, പിന്നെ പാരീസ് ട്രീറ്റി, ജെയിംസ് ഓട്ടിസ്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ജെയിംസ് ഓട്ടിസ്, ജോൺ ലോക്ക്, ജോൺ ആഡംസ്, തോമസ് പെയിന്. ഓക്കെ, പിന്നെ കോളനികളുടെ പേര്. ഇത്രയും വരെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഫ്രം ബ്ലെയിൻസിയോ.